നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. കേരളത്തിന് എയിംസ് വേണമെന്ന പതിറ്റാണ്ടുകളായുള്ള ആവശ്യത്തിന് തടസ്സം രാഷ്ട്രീയ തീരുമാനമെടുക്കാൻ വൈകുന്നതാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. കോഴിക്കോട് കിനാരൂരിൽ സ്ഥലമുള്ള കാര്യം കേന്ദ്രത്തെ അറിയിച്ചതായും മന്ത്രി. ഷാഫി പറമ്പിൽ MP-യെ അധിക്ഷേപിച്ച CPM പാലക്കാട് ജില്ലാ സെക്രട്ടറിക്കെതിരെ കേസെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പോലീസ് സ്റ്റേഷനുകളിൽ ക്രൂരമായ കസ്റ്റഡി മർദ്ദനം നടത്തിയ പോലീസുകാരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നും VD സതീശൻ. തൃശൂർ KSRTC സ്റ്റാൻഡിന്റെ നവീകരണത്തിന്റെ ഭാഗമായി ഗ്യാരേജ് പൊളിക്കുന്ന പണികൾ പുരോഗമിക്കുന്നു. 9.5 കോടി രൂപ ചെലവഴിച്ചാണ് സ്റ്റാൻഡ് അത്യാധുനിക രീതിയിൽ നവീകരിക്കുന്നത്. കോർപ്പറേഷൻ സ്റ്റേഡിയം മാജിക് FC ടീമിനെ 5 വർഷത്തേക്ക് ഹോം ഗ്രൗണ്ടായി നൽകിയതിനെതിരെ തൃശൂർ അത്ലറ്റിക് വെൽഫെയർ അസോസിയേഷൻ രംഗത്ത്. കോർപ്പറേഷൻ നടപടി നിയമവിരുദ്ധമാണെന്ന് അസോസിയേഷൻ. തൃശൂർ കോർപ്പറേഷന്റെ പേട്ട ഫീസ് വർധനയ്ക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ച് വ്യാപാരികളും തൊഴിലാളി സംഘടനകളും. കടകളടച്ച് പ്രതിഷേധിച്ച് വ്യാപാരികൾ. പിന്നോട്ടില്ല എന്ന നിലപാടിലുറച്ച് മേയർ. പാലിയേക്കരയിൽ ടോൾ പിരിവ് പുനരാരംഭിക്കാൻ അനുമതി നൽകാതെ ഹൈക്കോടതി. ദേശീയപാത മുരിങ്ങൂരിൽ വാഹനങ്ങൾ മണിക്കൂറുകളോളം കുടുങ്ങി. ഗുരുവായൂർ നഗരത്തിലെ ഗതാഗത പരിഷ്കരണത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഗതാഗത പരിഷ്കാരം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ വെള്ളിയാഴ്ച അർദ്ധരാത്രി മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും. വാർത്തകൾ വിശദമായി. കേരളത്തിന് എയിംസ് വേണം എന്നുള്ളത് പതിറ്റാണ്ടുകളായുള്ള ആവശ്യമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഇക്കാര്യത്തിൽ വേണ്ടത് രാഷ്ട്രീയ തീരുമാനമാണെന്നും മന്ത്രി പറഞ്ഞു. കുട്ടനെല്ലൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എയിംസ് സ്ഥാപിക്കുന്നതിനായി കോഴിക്കോട് കിനാരൂരിൽ സ്ഥലമുള്ള കാര്യം കേന്ദ്രത്തെ അറിയിച്ചിട്ടുള്ളതാണ്. കേന്ദ്ര ആരോഗ്യവകുപ്പ് ഇക്കാര്യം ധനകാര്യ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമുണ്ട്. കേരളത്തെ അടുത്ത തവണ പരിഗണിക്കും എന്നാണ് ഏറ്റവും അവസാനം ഉറപ്പ് ലഭിച്ചത്. ചില സംസ്ഥാനങ്ങൾക്ക് 2 എയിംസുകൾ പോലും അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ കേരളത്തിന് എയിംസ് വേണമെന്ന് ന്യായമായ അവകാശമാണെന്നും മന്ത്രി പറഞ്ഞു. ഞാൻ പറഞ്ഞത് എനിക്ക് ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ ഔദ്യോഗികമായി കേന്ദ്ര ആരോഗ്യമന്ത്രിയിൽ നിന്ന് ലഭിച്ചൊരു കത്താണ്. എനിക്ക് ഏറ്റവും അവസാനം, കൃത്യമായ ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല, എനിക്ക് അവസാനം ലഭിച്ച കത്തിൽ പറയുന്നത് ഇതാണ്: നിങ്ങളുടെ കത്ത് കേരളത്തിൻ്റെ ആവശ്യം കേന്ദ്ര ധനമന്ത്രാലയത്തിന് കൈമാറിയിരിക്കുന്നു. ഇനി അവിടുന്ന് തീരുമാനം വരണം. കഴിഞ്ഞ ബജറ്റിൽ എയിംസ് പ്രഖ്യാപിക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ പ്രഖ്യാപിച്ചില്ല. അപ്പോൾ ഈ ബാക്കി ഒരു തരത്തിലുള്ള ഒരു ആശയവിനിമയവും കേരളവുമായിട്ട് ഉണ്ടായിട്ടില്ല. ഞാൻ ആവർത്തിച്ച് പറയുന്നു, കേരളത്തിന് എയിംസ് വേണം എന്നുള്ളത് കേരളത്തിൻ്റെ പൊതുവായ ആവശ്യമാണ്. അതിൽ കേന്ദ്രം ആവശ്യപ്പെട്ട നിലയിൽ നമ്മളൊരു സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുത്തു. അതിൽ ഇന്ന സ്ഥലത്തേക്ക്, ഇന്ന മന്ത്രാലയത്തിലേക്ക്, ധനമന്ത്രാലയത്തിലേക്ക് മാറുന്നു, അത് കൈമാറുന്നു എന്നുള്ളത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറയുക മാത്രമല്ല, ബഹുമാന്യനായിട്ടുള്ള കേന്ദ്ര ആരോഗ്യമന്ത്രി വളരെ പോസിറ്റീവായിട്ടുള്ളൊരു നോട്ടാണ് അതിൽ എഴുതിയിരുന്നത്. അടുത്ത തവണ എയിംസ് അനുവദിക്കുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തെ പരിഗണിക്കാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം? ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഉണ്ടാകണം. ആ പൊളിറ്റിക്കൽ ഡിസിഷൻ കേരളത്തിന് അനുകൂലമായിട്ടൊരു ഡിസിഷൻ ഉണ്ടാകണം എന്നുള്ളതാണ്. അതാണ് കേരളം കാത്തിരിക്കുന്നത്. കേരളത്തിൻ്റെ പൊതുസമൂഹം, ആരോഗ്യവകുപ്പ്, സംസ്ഥാന സർക്കാർ ആ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ. ഷാഫി പറമ്പിൽ MP-യെ അധിക്ഷേപിച്ച CPM പാലക്കാട് ജില്ലാ സെക്രട്ടറിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അറസ്റ്റ് ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ക്രൂരമായ കസ്റ്റഡി മർദ്ദനം നടത്തിയ പോലീസുകാരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പീച്ചി പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദനത്തിനിരയായ പട്ടിക്കാട് ലാലീസ് ഹോട്ടൽ ഉടമയും മകനെയും ജീവനക്കാരെയും ഹോട്ടലിലെത്തി സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോലീസിന്റെ അതിക്രമവും കസ്റ്റഡി മർദ്ദനവും കേരളത്തിലെ എല്ലാ സ്ഥലത്തും നടക്കുന്നു എന്നതിന് ഉദാഹരണമാണ് ഈ സംഭവം. ഇത്തരം ക്രൂരമർദ്ദനം നടത്തുന്ന ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പുറത്താക്കണം. DYFI നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തല്ലിക്കൊന്നിട്ടും സർക്കാർ ഒരു നടപടിയും എടുക്കുന്നില്ലെന്നും VD സതീശൻ പറഞ്ഞു. ഇതുപോലത്തെ ക്രൂരമായ പോലീസ് മർദ്ദനം കസ്റ്റഡിയിൽ നടത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് പുറത്താക്കണം. അവരെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. സസ്പെൻഷനും ട്രാൻസ്ഫറും ഒന്നും ഒരു പണിഷ്മെൻ്റ് അല്ല. ഇത് കടുത്ത പണിഷ്മെൻ്റാണ്, ശിക്ഷയാണ് കൊടുക്കേണ്ടത്. ഒരു വിറ്റ്, കാരണം ഇവരൊക്കെ സർവീസിലിരുന്ന് ഇനി ഇത് ചെയ്യും. എന്നിട്ട് ഇല്ലാത്തൊരു കേസ്, കള്ളക്കേസ് ഉണ്ടാക്കി പണം മേടിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. പോലീസ് പണം മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന് അതിനെല്ലാം തെളിവുകൾ ഉണ്ടായതുകൊണ്ടാണ്
ഇന്നിപ്പോൾ നിൽക്കുന്നത്. അല്ലാത്തൊരു സാധാരണക്കാരനായ എത്രയോ പേർക്ക് ഇത് സംഭവിച്ചു കഴിഞ്ഞു പോലീസ് സ്റ്റേഷനിൽ വ്യാപകമായി. DYFIയുടെ മേഖലാ സെക്രട്ടറിയെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തല്ലിക്കൊന്നു. എന്നിട്ട് പോലും ഗവൺമെൻറ് ഒരു നടപടി എടുക്കുന്നില്ല. അതാണ് സ്ഥിതി കേരളത്തിൽ. ഷാഫി പറമ്പിലിനെതിരെ CPMന്റെ ഉത്തരവാദപ്പെട്ട നേതാവാണ് അധിക്ഷേപ പരാമർശം നടത്തിയത്. എന്തും പറയാൻ CPM കുറച്ചുപേരെ അഴിച്ചുവിട്ടിരിക്കുകയാണ്. CPMകാർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിരപരാധികളുടെ പേരിൽ കേസെടുക്കുമെന്നും സതീശൻ ആരോപിച്ചു. ആരോപണമൊന്നും പറയാൻ പറ്റില്ല, അത് അധിക്ഷേപമാണ്. നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് ഒരാളെ അസഭ്യം പറയുക, അല്ലെങ്കിൽ പച്ചത്തെറി പറയുക, എന്തും പറയുക, വിളിച്ചു പറയുക. CPMന്റെ ഒരു ജില്ലാ സെക്രട്ടറിയാണ് അത് പറയണത്. CPM നേതൃത്വം ചെയ്യുന്നത് അയാളെ ഉടൻ തന്നെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും ഷാഫി പറമ്പിൽ പരാതി കൊടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ആ പരാതിയുടെ പുറത്ത് അയാളെ അറസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, കോൺഗ്രസ് നേതാക്കളായ ജോസ് വള്ളൂർ, ഷാജി കൊടങ്കണ്ടത്ത്, MP വിൻസെന്റ്, രാജേന്ദ്രൻ അരങ്ങത്ത് തുടങ്ങിയവരും പ്രതിപക്ഷ നേതാവിനൊപ്പമുണ്ടായിരുന്നു. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ KSRTC സ്റ്റാൻഡിന്റെ നവീകരണത്തിന്റെ ഭാഗമായി ഗ്യാരേജ് പൊളിക്കുന്ന പണികൾ പുരോഗമിക്കുന്നു. 9.5 കോടി രൂപ ചെലവഴിച്ചാണ് സ്റ്റാൻഡ് അത്യാധുനിക സൗകര്യങ്ങളോടെ നവീകരിക്കുന്നത്. ദിവസേന 100 കണക്കിന് വാഹനങ്ങൾ വന്നുപോകുന്ന തൃശൂർ KSRTC സ്റ്റാൻഡ് സ്ഥലപരിമിതിയും വാഹനപ്പെരുപ്പവും മൂലം കാലങ്ങളായി വീർപ്പുമുട്ടുകയാണ്. മാറി മാറി വന്ന സർക്കാരുകൾ പലതവണ സ്റ്റാൻഡിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ മുന്നോട്ട് വെച്ചെങ്കിലും ഒന്നും പ്രാവർത്തികമായില്ല. ഇതിനിടയിൽ കഴിഞ്ഞ ജൂലൈ 7-ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ തൃശൂരിൽ വന്നതോടെയാണ് സ്റ്റാൻഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേഗം കൂടിയത്. നവീകരണത്തിന്റെ ഭാഗമായി ഗ്യാരേജ് പൊളിച്ചുമാറ്റുന്ന പ്രവൃത്തികൾ ഏറ്റെടുത്തിരിക്കുന്നത് മലപ്പുറത്തുള്ള PK എന്റർപ്രൈസസ് എന്ന സ്ഥാപനമാണ്. 10 ദിവസത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കാനാകുമെന്നാണ് കരാറുകാർ പറയുന്നത്. ഗ്യാരേജ് പൊളിച്ചുമാറ്റിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്റ്റാൻഡിന്റെ മെയിൻ കെട്ടിടവും പൊളിക്കാൻ ആരംഭിക്കും. അതിനു മുൻപ് KSRTC ബസ്സുകൾക്ക് താൽക്കാലിക സ്റ്റാൻഡ് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. നവകേരള സദസ്സിൽ നിന്ന് ലഭിച്ച 7 കോടി രൂപയും P. ബാലചന്ദ്രൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 2.5 കോടി രൂപയും ചേർത്ത് 9.5 കോടി ചെലവഴിച്ചാണ് നവീകരണം. വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായി സ്റ്റാൻഡിന്റെ ഇരുഭാഗത്തും സൗകര്യങ്ങൾ ഒരുക്കും. പെട്രോൾ പമ്പിന് നൽകിയതിൽ നിന്ന് കുറച്ച് സ്ഥലം തിരിച്ചെടുത്ത് 2 വശത്തുകൂടി ബസ്സുകൾക്ക് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാനുള്ള സംവിധാനവും ഏർപ്പെടുത്തും. TCV ന്യൂസ്, തൃശൂർ. കോർപ്പറേഷൻ സ്റ്റേഡിയം മാജിക് FC ടീമിനെ 5 വർഷത്തേക്ക് ഹോം ഗ്രൗണ്ടായി നൽകിയതിനെതിരെ തൃശൂർ അത്ലറ്റിക്സ് വെൽഫെയർ അസോസിയേഷൻ രംഗത്ത്. കോർപ്പറേഷൻ നടപടി നിയമവിരുദ്ധമാണെന്ന് അസോസിയേഷൻ ആരോപിച്ചു. മാജിക് FCക്ക് സ്റ്റേഡിയം കൈമാറുമ്പോൾ അവർ ഫുട്ബോൾ ടർഫ് നവീകരിക്കും. ഫീൽഡിന്റെ നീളം 106 മീറ്ററും വീതി 70 മീറ്ററായി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇതോടെ 400 മീറ്റർ സിന്തറ്റിക് ട്രാക്ക് സ്ഥാപിക്കാനാവശ്യമായ സ്ഥലം നഷ്ടപ്പെടുമെന്ന് ഇവർ ആരോപിക്കുന്നു. കഴിഞ്ഞ വർഷം ഖേലോ ഇന്ത്യ പദ്ധതിയിലൂടെ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ 400 മീറ്റർ സിന്തറ്റിക് ട്രാക്ക് സ്ഥാപിക്കാനുള്ള അനുമതി നൽകുകയും അതിനായുള്ള MOU ഒപ്പുവയ്ക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ MOU നിലനിൽക്കുമ്പോൾ നടന്ന കൈമാറ്റത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. നടപടിക്കെതിരെ തിങ്കളാഴ്ച കായിക താരങ്ങളും പരിശീലകരും കോർപ്പറേഷനിലേക്ക് പ്രതിഷേധ ജാഥ സംഘടിപ്പിക്കും. ഇപ്പോൾ നടക്കുന്ന നിർമ്മാണ പ്രവർത്തികൾ താൽക്കാലികമായി നിർത്തിവെക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ അത്ലറ്റിക് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് രാജൻ ജോസഫ്, ഇന്റർനാഷണൽ അത്ലറ്റ് PH അബ്ദുള്ള, നാഷണൽ അത്ലറ്റ് റീന റജി, പരിശീലകരായ TA അജിത്, MJ വിജോയ് എന്നിവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ കോർപ്പറേഷന്റെ പേട്ട ഫീസ് വർധനയ്ക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ച് വ്യാപാരികളും തൊഴിലാളി സംഘടനകളും. കടകളടച്ച വ്യാപാരികളുടെ പ്രതിഷേധം പിന്നോട്ടില്ല എന്ന നിലപാടിലുറച്ച് മേയർ. കോർപ്പറേഷന്റെ പേട്ട ഫീസ് വർധനവിനെതിരെ അരിയങ്ങാടിയിലെയും നായരങ്ങാടിയിലെയും കടകളടച്ചാണ് വ്യാപാരികൾ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത്. മേഖലയിലെ ഭൂരിഭാഗം കടകളും അടച്ചിട്ടതോടെ ഇവിടങ്ങളിലെ ചരക്ക് നീക്കം സ്തംഭിച്ചു. വിവിധ വ്യാപാരി സംഘടനകളും ചുമട്ടുതൊഴിലാളി യൂണിയനുകളുടെയും ഡ്രൈവർമാരുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പേട്ട ഫീസിനെതിരെ പ്രതിഷേധമുയരുന്നത്. കടകളടച്ച വ്യാപാരികളുടെ നേതൃത്വത്തിൽ അരിയങ്ങാടിയിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. വിഷയത്തിൽ കോർപ്പറേഷന്റെ ധിക്കാരപരമായ നിലപാട് തിരുത്തണമെന്നും അധിക ഫീസ് വർധന പിൻവലിക്കണമെന്നും വ്യാപാരി സംഘടനകൾ ആവശ്യപ്പെട്ടു. തുടർന്ന് കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ചും നടത്തി. അന്യായമായ പേട്ട ഫീസ് പിൻവലിക്കും വരെ പ്രതിഷേധങ്ങൾ തുടരുമെന്ന നിലപാടിലാണ് വ്യാപാരികൾ. ഇത് സമരം സൂചന മാത്രമാണ്. ഈ സൂചന സമരം കണ്ട് കോർപ്പറേഷൻ കണ്ണു തുറന്നില്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് ഒരു പണിമുടക്കിലേക്കാണ്, കട അടച്ച സമരത്തിലേക്കാണ് ഞങ്ങൾ പോവുക. അമിതമായ പേട്ടക്കാശ് ഒഴിവാക്കിയില്ലെങ്കിൽ ഈ സമരം വ്യാപിപ്പിക്കും. ഈ അന്യായമായ പേട്ടക്കാശ് പിൻവലിക്കുന്നവരെ ലോറികൾ ഇവിടെ ഇറക്കുന്നില്ല, അല്ലെങ്കിൽ ലോറി കയറ്റുന്നില്ല. വലിയ വർധനവ് ഒരു കാരണവശാലും അംഗീകരിക്കില്ല. പുതുക്കിയ നിരക്ക് വർധനയുമായി മുന്നോട്ടു പോകുമെന്നും കാലങ്ങളായി ഫീസ് വർധന നടത്തിയിട്ടില്ലെന്നും എതിർപ്പുണ്ടെങ്കിൽ സർക്കാരിനെയോ കോടതിയോ സമീപിക്കാമെന്ന നിലപാടിലാണ് മേയർ MK വർഗീസ്. അരിയങ്ങാടിയിൽ നിലവിലെ പേട്ട ഫീസിന്റെ 8 ഇരട്ടിയിലധികമാണ് കോർപ്പറേഷൻ വർദ്ധിപ്പിച്ചത്. ഇതിനു പുറമെ ശക്തൻ മാർക്കറ്റിൽ ഫീസ് വാങ്ങിയ വാഹനങ്ങളിൽ നിന്ന് അരിയങ്ങാടിയിൽ വീണ്ടും ഫീസ് ഈടാക്കുന്നു. കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഈടാക്കാൻ ശ്രമിച്ചെങ്കിലും വ്യാപാരികളുടെ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെക്കുകയായിരുന്നു.
ഈ പിരിവാണ് പോലീസ് സംരക്ഷണയോടെ ഇപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. ഇത് കൂടുതൽ പ്രതിഷേധത്തിനും എതിർപ്പിനും കാരണമായി. കാലാനുസൃതമായ ഫീസ് വർധന അംഗീകരിക്കാമെങ്കിലും കുത്തനെയുള്ള ഈ ഫീസ് വർധന അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് വ്യാപാരികളും തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവർ. എന്നാൽ ഈ നിരക്ക് വർധനയിൽ നിന്നും പിന്നോട്ടില്ലെന്ന കടുംപിടുത്തത്തിലാണ് കോർപ്പറേഷൻ. നഗരത്തിലെ ചരക്ക് നീക്കവും ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ക്യാമറമാൻ റോയിക്കൊപ്പം അഭിജിത്ത് തലച്ചറ, TCV. ഇടവേള. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ ഓഫറുകളുടെ പൊടിപ്പൂരം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും സൗജന്യം. തിരഞ്ഞെടുത്ത സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലി നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. അപ്പൊ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് & ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. പാലിയേക്കരയിലെ ടോൾ പിരിവിനുള്ള വിലക്ക് തുടരുമെന്ന് ഹൈക്കോടതി. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് തുടരുകയാണെന്ന് ജില്ലാ കളക്ടർ കോടതിയെ അറിയിച്ചു. തുടർന്ന് ഇതു സംബന്ധിച്ച ഹർജി അടുത്ത ചൊവ്വാഴ്ച പരിഗണിക്കാനായി ഡിവിഷൻ ബെഞ്ച് മാറ്റിവെച്ചു. പാലിയേക്കരയിലെ ടോൾ പിരിവ് തടഞ്ഞ് 51 ദിവസം പിന്നിട്ടെങ്കിലും ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കടക്കമുള്ള പ്രശ്നങ്ങൾ തുടരുന്നുവെന്നാണ് ഹൈക്കോടതിക്ക് ജില്ലാ കളക്ടർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. അതിനാൽ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കണമെന്ന ദേശീയപാത അതോറിറ്റിയുടെയും കരാർ കമ്പനിയുടെയും ആവശ്യത്തിൽ തീരുമാനമെടുക്കുന്നത് കോടതി നീട്ടിവെച്ചു. മുരിങ്ങൂരിൽ സർവീസ് റോഡ് ഇടിഞ്ഞ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്ന് കളക്ടർ അറിയിച്ചു. ഇവിടെ സുരക്ഷാ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടില്ലെന്നും ബോധിപ്പിച്ചു. ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ യാത്രക്കാർക്ക് സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. പലയിടങ്ങളിലും വലിയ കുഴികൾ രൂപപ്പെട്ടു. ഈ ഭാഗങ്ങളിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നെങ്കിലും പാലിക്കപ്പെട്ടില്ല. ഗൗരവമായ വിഷയമായതുകൊണ്ട് കൂടുതൽ പ്രാധാന്യം നൽകണം. മുരിങ്ങൂരിൽ സംഭവിച്ചത് ഏതു ഭാഗത്ത് വേണമെങ്കിലും സംഭവിക്കാമെന്ന കളക്ടറുടെ നിരീക്ഷണവും കോടതി ഗൗരവത്തിലെടുത്തു. സർവീസ് റോഡ് തകർച്ചയെ തുടർന്നുള്ള ഗതാഗതക്കുരുക്ക് തുടരുകയാണെന്നും വ്യക്തമാക്കി. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ടോൾ പിരിവ് തടഞ്ഞുള്ള ഇടക്കാല ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് നീട്ടിയത്. വിഷയം ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. അതിനിടെ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സമിതിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടെന്നും ടോൾ പിരിവ് പുനരാരംഭിക്കാൻ അനുവദിക്കണമെന്നും ദേശീയപാത അതോറിറ്റി ആവശ്യപ്പെട്ടു. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിനെ തുടർന്ന് ഓഗസ്റ്റ് 6-നാണ് ടോൾ പിരിവ് ഹൈക്കോടതി തടഞ്ഞത്. കോൺഗ്രസ് നേതാക്കളായ ജോസഫ് ടാജറ്റ്, ഷാജി കോടങ്കണ്ടത്ത്, OJ ജനീഷ് എന്നിവർ സമർപ്പിച്ച ഹർജിയിലായിരുന്നു നടപടി. ടോൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച ഇടക്കാല ഉത്തരവ് സെപ്റ്റംബർ 22-ന് ഉണ്ടാകുമെന്നാണ് കരുതിയിരുന്നത്. വാദത്തിനിടെ ചില വ്യവസ്ഥകളോടെ ടോൾ പുനരാരംഭിക്കുന്നത് അനുവദിക്കാമെന്ന് കോടതി പരാമർശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം മുരിങ്ങൂരിൽ സർവീസ് റോഡ് ഇടിഞ്ഞ് ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ടോൾ പിരിവ് പുനരാരംഭിക്കുന്നതിൽ തീരുമാനം മാറ്റിയത്. ന്യൂസ് ഡെസ്ക് TCV. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാത മുരിങ്ങൂരിൽ മണിക്കൂറുകളോളം വാഹനങ്ങൾ കുടുങ്ങി. കൊരട്ടി മുതൽ ചാലക്കുടി വരെ റോഡിൽ വാഹനങ്ങളുടെ നീണ്ട നിര പ്രത്യക്ഷപ്പെട്ടു. എറണാകുളം തൃശൂർ ദിശയിലെ പാതയിലെ കാനയുടെ സ്ലാബ് ഇടിഞ്ഞതും ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കി. രാത്രിയിൽ തന്നെ തകർന്ന സ്ലാബ് നിർമ്മാണ കരാർ കമ്പനി മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു. പോലീസ് ഏർപ്പെടുത്തിയ ട്രാഫിക് പരിഷ്കരണം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഗുരുവായൂരിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഓട്ടം നിർത്തി അനിശ്ചിതകാല സമരത്തിന് ഒരുങ്ങുന്നു. ക്ഷേത്രനഗരിയിലെ 800-ലധികം വരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ് വെള്ളിയാഴ്ച അർദ്ധരാത്രി മുതൽ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ക്ഷേത്രനഗരിയിൽ വർദ്ധിച്ചു വരുന്ന ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാനായാണ് ഇന്നർ ഔട്ടർ റിംഗ് റോഡുകളിൽ പോലീസ് വൺ വേ സംവിധാനം കർശനമാക്കിയത്. നേരത്തെ ക്ഷേത്രത്തിൽ തിരക്കുള്ള ദിവസങ്ങളിൽ മാത്രമായിരുന്നു വൺ വേ. ഇത് ഓട്ടോറിക്ഷകൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കും ബാധകമായിരുന്നില്ല. എന്നിട്ടും ഗതാഗതക്കുരുക്കിന് ശമനം കാണാതായതോടെ ഓട്ടോറിക്ഷകൾക്കും വൺ വേ ബാധകമാക്കുകയായിരുന്നു. അഷ്ടമിരോഹിണി അടക്കമുള്ള തിരക്കേറിയ ദിവസങ്ങളിൽ ഈ പരീക്ഷണം വിജയകരമായതോടെയാണ് ദിവസവും ഈ രീതി തുടരാൻ തീരുമാനിച്ചത്. ഇത് സംബന്ധിച്ച് ACP C പ്രേമാനന്ദകൃഷ്ണൻ ഓട്ടോ ഡ്രൈവർമാരുടെ സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നടത്തി. എന്നാൽ തീരുമാനം അംഗീകരിക്കാൻ ഇവർ തയ്യാറായില്ല.
ഔട്ടർ റിംഗ് റോഡിൽ പൂർണ്ണമായും വൺ വേ ഒഴിവാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഈ പ്രതിഷേധത്തോടെ നമ്മൾ പറയുന്നത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ കണ്ണു തുറക്കുന്നതാണ്. തൊഴിലാളികളെ ജീവിതമാർഗം മുട്ടിക്കാതെ അവരെ സംരക്ഷിക്കേണ്ട ഒരു കടമ ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ഇവിടുത്തെ മുനിസിപ്പാലിറ്റിക്കും ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പുതിയ പരിഷ്കരണ പ്രകാരം കാലിയായി ഓടുന്ന ഓട്ടോറിക്ഷകളിൽ നിന്ന് പിഴ ഈടാക്കുന്നുണ്ടെന്നും ഡ്രൈവർമാർ പറയുന്നു. ഇതുമൂലം യാത്രക്കാരെ ഇറക്കി സ്റ്റാൻഡിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണെന്നും ഡ്രൈവർമാർ ചൂണ്ടിക്കാട്ടുന്നു. CITU, INTUC, BMS, AITUC സംഘടനകൾ സംയുക്തമായാണ് സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. TCV ഗുരുവായൂർ. അതിരപ്പള്ളി അരൂർ മുഴിയിൽ വീണ്ടും പുലി ഇറങ്ങി. തൊഴുത്തിൽ കെട്ടിയിട്ടിരുന്ന പശുക്കുട്ടിയെ പുലി കൊന്നു. നഴ്സറിപ്പടി പരിസരത്തെ പുതിയാടത്ത് സുരേന്ദ്രന്റെ 4 മാസം പ്രായമുള്ള പശുക്കുട്ടിയെയാണ് ബുധനാഴ്ച രാത്രി പുലി കൊന്നത്. ശബ്ദം കേട്ട് സുരേന്ദ്രനും വീട്ടുകാരും ലൈറ്റിട്ട് നോക്കിയപ്പോൾ തൊഴുത്തിൽ നിന്ന് പശുക്കുട്ടിയെ പുറത്തേക്ക് വലിച്ചിട്ട് കടിക്കുന്ന പുലിയെയാണ് കണ്ടത്. ഇവർ ബഹളം ഉണ്ടാക്കിയതോടെ പുലി ഓടിപ്പോയി. വീട്ടുകാർ പുറത്തിറങ്ങി നോക്കിയപ്പോൾ പശുക്കുട്ടി ചത്തിരുന്നു. പറമ്പിന് ചുറ്റും ഫെൻസിംഗ് സംവിധാനമുള്ള വീടാണ് സുരേന്ദ്രന്റേത്. ഇതിനു പുറമെ പറമ്പിൽ മറ്റു കമ്പിവേലിയും കെട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ചാടിക്കടന്നാണ് പുലി തൊഴുത്തിലെത്തിയത്. 1 മാസം മുമ്പ് ഇയാളുടെ മറ്റൊരു പശുവിനെ പുലി ആക്രമിച്ച് വകവരുത്തിയിരുന്നു. തുടരെയുള്ള പുലിയാക്രമണത്തിൽ പ്രദേശത്തുള്ളവർ ആശങ്കയിലാണ്. പുലിയെ പേടിച്ച് നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. ഒരാടിന് 2 പട്ടിക്കുഞ്ഞി ഇതിനൊക്കെ പുലി പിടിച്ചിട്ടുണ്ട്. മനുഷ്യർക്കൂടി ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷനായി. പിള്ളേരെ പുറത്ത് ഇറക്കിടാൻ പറ്റാത്ത കണ്ടീഷനായി. ഇപ്പോൾ പകൽ വരെ പുലി വന്നുകൊണ്ടിരിക്കുക. കൂട് വയ്ക്കാന്ന് പറഞ്ഞിട്ട് കൂട് വെച്ചിട്ടില്ല. TCV ന്യൂസ്, ചാലക്കുടി. തമിഴ്നാട് വാൽപ്പാറയിൽ വീണ്ടും കരടി ഇറങ്ങി. വ്യാഴാഴ്ച പുലർച്ചെ പർലേലി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് റോഡിൽ വെച്ചാണ് തൊഴിലാളികൾക്ക് നേരെ കരടി പാഞ്ഞെടുത്തത്. കയ്യിലിരുന്ന കുട കൊണ്ട് പ്രതിരോധിച്ച തൊഴിലാളി സ്ഥലത്തുനിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇയാൾ കരടിയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടത്. എസ്റ്റേറ്റിലെ തൊഴിലാളി ഡാനിയേലിന്റെ വീടിന് മുന്നിലും കരടി എത്തി. രൂക്ഷമായ ദുർഗന്ധവും ശബ്ദവും കേട്ട് ഡാനിയേൽ CCTV പരിശോധിച്ചപ്പോഴാണ് വീടിന്റെ സിറ്റൌട്ടിൽ ഇരിക്കുന്ന കരടിയെ കണ്ടത്. വാതിൽ തുറക്കാതെ തന്നെ അകത്തുനിന്ന് വീട്ടുകാർ ശബ്ദമുണ്ടാക്കുകയും കരടിയെ തുരത്തുകയുമായിരുന്നു. വാൽപ്പാറയിൽ തന്നെയാണ് 1.5 മാസം മുൻപ് ഒരു ബാലനെ കരടി ആക്രമിച്ച് വകവരുത്തിയത്. അന്തിക്കാട് മാങ്ങാട്ടുകര ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ 6 ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണം കവർന്നു. ഇന്ന് രാവിലെ ക്ഷേത്രത്തിലെത്തിയവരാണ് മോഷണ വിവരം അറിയുന്നത്. കൗണ്ടറിന്റെ പൂട്ട് തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് ഓഫീസിന്റെ താക്കോൽ എടുത്ത് ഓഫീസ് മുറിയിൽ കയറുകയും 30,000 രൂപ വില വരുന്ന പൂജയ്ക്കുപയോഗിക്കുന്ന വെള്ളിക്കുടം മോഷ്ടിക്കുകയും ചെയ്തു. ഭണ്ഡാരങ്ങളിൽ നിന്ന് 15,000 രൂപയോളം നഷ്ടപ്പെട്ടതായാണ് കണക്കാക്കുന്നത്. സ്വർണം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ലോക്കറിലായിരുന്നതിനാൽ നഷ്ടപ്പെട്ടിട്ടില്ല. ക്ഷേത്രം ഭാരവാഹികളുടെ പരാതിയെ തുടർന്ന് അന്തിക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ക്ഷേത്രത്തിൽ CCTV ക്യാമറ ഇല്ലാതിരുന്നതിനാൽ സമീപത്തെ വീടുകളിലെ ക്യാമറകൾ പരിശോധിക്കാനാണ് പോലീസിന്റെ നീക്കം. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അന്തിക്കാട് സ്റ്റേഷൻ പരിധിയിൽ 10-ലധികം ക്ഷേത്രങ്ങളിൽ മോഷണം നടന്നുവെങ്കിലും ഒരു കേസിൽ പോലും പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. CPI ജനറൽ സെക്രട്ടറിയായി D. രാജയ്ക്ക് 3ാം ഊഴം. പ്രായപരിധി കർശനമാക്കിയ പാർട്ടി കോൺഗ്രസിലാണ് രാജയ്ക്ക് ഇളവ് നൽകി 1 തവണ കൂടി അനുവദിച്ചിരിക്കുന്നത്. പാർട്ടി ഒറ്റക്കെട്ടായുള്ള തീരുമാനം എന്നാണ് D. രാജ പിന്നീട് പ്രതികരിച്ചത്. കേരളത്തിൽ നിന്നുള്ള K. പ്രകാശ് ബാബുവും P. സന്തോഷ് കുമാറും കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ എത്തി. കേരളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടതിനാൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു. 2019 പാർട്ടി കോൺഗ്രസിൽ അടുത്തിടെ അന്തരിച്ച മുൻ ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി ഒഴിഞ്ഞതിനെ തുടർന്നാണ് D. രാജ പാർട്ടി ജനറൽ സെക്രട്ടറിയായി സ്ഥാനമേറ്റെടുത്തത്. തുടർന്ന് 2022 വിജയവാഡ സമ്മേളനത്തിലും അദ്ദേഹം പാർട്ടി ജനറൽ സെക്രട്ടറിയായി തുടരുകയായിരുന്നു. ചണ്ഡീഗഡ് സമ്മേളനത്തിൽ D. രാജ ഒഴിയുമെന്നാണ് കരുതിയിരുന്നത് എങ്കിലും അദ്ദേഹത്തിന് 1 ടേം കൂടി അനുവദിക്കുകയായിരുന്നു. മാള കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നിർത്തിവെച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള K. കരുണാകരൻ സ്മാരക കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് കൊടുങ്ങല്ലൂർ, ചാലക്കുടി, ഇരിഞ്ഞാലക്കുട താലൂക്ക് ആശുപത്രികളിലേക്കാണ് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകേണ്ടി വരുന്നത്. 18 വർഷമായി ഇവിടെയുണ്ടായിരുന്ന സൂപ്രണ്ട് ഡോക്ടർ ആശ സേവ്യറിനെ 2 ആഴ്ച മുൻപാണ് സ്ഥലം മാറ്റിയത്. തുടർന്ന് ആ സ്ഥാനത്തേക്ക് മറ്റൊരു ഡോക്ടർ എത്തിയെങ്കിലും പോസ്റ്റ്മോർട്ടം നടപടികൾ ഒഴിവാക്കി. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന വ്യവസ്ഥയില്ല എന്നാണ് ഇപ്പോഴുള്ള ഡോക്ടർമാർ പറയുന്നത്. കൂടുതൽ ഡോക്ടർമാരെ നിയമിച്ചാൽ വീണ്ടും പോസ്റ്റ്മോർട്ടം തുടങ്ങാമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസറെ അറിയിച്ചതായും സൂചനയുണ്ട്. ആശുപത്രിയിൽ
3 സ്ഥിരം ഡോക്ടർമാരും 1 ഡെന്റൽ വിഭാഗം സർജനും 2 താൽക്കാലിക ഡോക്ടർമാരുമാണ് ഉള്ളത്. 5 പഞ്ചായത്തിലധികം പ്രവർത്തന പരിധിയുള്ള മാള പോലീസ് സ്റ്റേഷനിൽ നിന്ന് വൈകിട്ടുള്ള വൈദ്യപരിശോധനയും കൊടുങ്ങല്ലൂർ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലാണ് നടത്തുന്നത്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. യുവതലമുറയ്ക്ക് വിവാഹപൂർവ്വ ബോധവൽക്കരണം അനിവാര്യമാണെന്ന് വനിതാ കമ്മീഷൻ അംഗം ഇന്ദിരാ രവീന്ദ്രൻ അഭിപ്രായപ്പെട്ടു. തൃശൂരിൽ നടന്ന വനിതാ കമ്മീഷൻ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. സ്ത്രീധന നിരോധന നിയമം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച പരാതികൾ കുറയുന്നില്ലെന്നും അവർ പറഞ്ഞു. വനിതാ കമ്മീഷൻ അഭിഭാഷക പാനൽ അംഗങ്ങളായ അഡ്വക്കേറ്റ് സജിത അനിൽ, അഡ്വക്കേറ്റ് വിനോദ്, കൗൺസിലർ മാല രമണൻ തുടങ്ങിയവർ അദാലത്തിന് നേതൃത്വം നൽകി. തൃശൂരിൽ വീണ്ടും കോടികളുടെ നിക്ഷേപ തട്ടിപ്പെന്ന് പരാതി. അമിത പലിശയും ലാഭവും വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ ശക്തൻ നഗറിൽ പ്രവർത്തിക്കുന്ന മെൽക്കർ ഫിനാൻസ് ആൻഡ് ലീസിംഗ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് നിക്ഷേപകരുടെ പരാതി. ചെന്നൈ ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്തതും കേരളത്തിൽ ഉടനീളം പ്രവർത്തിക്കുന്നതുമായ സ്ഥാപനം 650ഓളം നിക്ഷേപകരിൽ നിന്ന് 270 കോടിയോളം രൂപയാണ് തട്ടിയത്. കുറുക്കഞ്ചേരി സ്വദേശിയായ സ്ഥാപനത്തിന്റെ MD രംഗനാഥൻ വീട് വിറ്റ് ഒളിവിൽ പോയതായും തട്ടിപ്പിനിരയായ നിക്ഷേപകർ പറയുന്നു. നിരവധി പേർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും പലരും പരാതിയുമായി മുന്നോട്ടു വരാൻ മടിക്കുകയാണ്. പോൾസൺ ആന്റണി തലോർ, പ്രസാദ് മേനോൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മുതുവറയിൽ ഫ്ളാറ്റിൽ വെച്ച് യുവതിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി പിടിയിലായി. പുറ്റേക്കര സ്വദേശി മാർട്ടിൻ ജോസഫാണ് പിടിയിലായത്. അന്വേഷണം ഊർജിതമാക്കിയതോടെ പോലീസ് സ്റ്റേഷനിൽ പ്രതി കീഴടങ്ങുകയായിരുന്നു. ചൊവ്വാഴ്ചയാണ് ഫ്ളാറ്റിൽ ഒപ്പം താമസിച്ചിരുന്ന മുളങ്ങുത്തുകാവ് സ്വദേശിനിയായ ഷർമിളയെ മാർട്ടിൻ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. കഴുത്തിന് പുറകിൽ കുത്തേറ്റ ഷർമിള അമല ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൊച്ചിയിൽ ഫ്ളാറ്റിൽ യുവതിയെ പീഡിപ്പിച്ച സംഭവത്തിലും മാർട്ടിൻ പ്രതിയാണ്. ചന്ദ്രാപിന്നിയിൽ നിയന്ത്രണം വിട്ട കാർ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് പാഞ്ഞുകയറി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ചന്ദ്രാപിന്നി തെക്കേ ബസ് സ്റ്റോപ്പിലായിരുന്നു അപകടം. എറണാകുളം സ്വദേശിയാണ് കാറിലുണ്ടായിരുന്നത്. മലപ്പുറത്തേക്ക് പോകുന്നതിനിടയിലായിരുന്നു അപകടം. സംഭവസമയം ബസ് സ്റ്റോപ്പിൽ ആരുമില്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. മാള കുണ്ടായിയിൽ നിയന്ത്രണം വിട്ട വാഹനമിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. ലോട്ടറി വിൽപ്പനക്കാരനും 3 ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കുമാണ് പരിക്കേറ്റത്. സാരമായി പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവർ പോളിയെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള ഒക്ടോബർ 14, 15, 16 തീയതികളിൽ കുന്നംകുളത്ത് നടക്കും. കായികമേളയുടെ മുന്നോടിയായി 201 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ PM സുരേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ബാലകൃഷ്ണൻ, കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് രാമകൃഷ്ണൻ, കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ CR സന്തോഷ്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പ്രിയ സജീഷ്, PK ഷബീർ, T സോമശേഖരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് ജംഗ്ഷനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന സ്ഥലത്ത് ഗതാഗത കുരുക്കിനിടയിൽ പോലീസ് ജീപ്പിനെ മാർഗതടസ്സം സൃഷ്ടിച്ച ബസ്സിനെ പിഴ ചുമത്തിയെന്ന നിലയിൽ പ്രചരിക്കുന്ന വാർത്ത തെറ്റിദ്ധാരണാജനകമാണെന്ന് പോലീസ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന സ്ഥലത്ത് റോഡിന് പകുതി ഭാഗം പൊളിച്ചിട്ടിരിക്കുന്നതിനാൽ ഗതാഗതം ഒറ്റവരിയായി നിയന്ത്രിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു ദിശയിലേക്ക് മാത്രമേ കുറച്ചു ദൂരത്തിൽ വാഹനങ്ങൾ കടന്നുപോകാൻ സാധിക്കൂ. ഒറ്റവരിയിലൂടെയാണ് ഇരുഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ കടന്നുപോയിരുന്നത് എന്നും പോലീസ് വ്യക്തമാക്കി.
എരുമപ്പെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ ആരംഭിക്കുവാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ആശുപത്രിയിൽ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച പുതിയ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ 9 വർഷം കൊണ്ടാണ് എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിൽ വലിയ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നതും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചതും. കേരളത്തിലെ മുഴുവൻ ആരോഗ്യ കേന്ദ്രങ്ങളും സാധാരണക്കാർക്ക് ഗുണകരമാകുന്ന തരത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞു. നിർധനരായവർക്ക് അപ്രാപ്യമായിരുന്ന ചികിത്സകൾ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും ലഭിക്കുന്നുണ്ട്. സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ചികിത്സാ മികവിന് മുന്നിൽ സ്വകാര്യ ആശുപത്രികൾ മുട്ടുമടക്കിയ അവസ്ഥയാണ്. സർക്കാർ ആശുപത്രികൾ കുടുംബ സൗഹാർദ്ദ കേന്ദ്രങ്ങളായി മാറിയെന്നും വികസനത്തിന് രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലെന്നും വികസനങ്ങൾ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നാടിന് ഗുണകരമല്ലെന്നും മന്ത്രി പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ചെയ്ത സർക്കാർ ഇതിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളും ചെയ്തിരിക്കും. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് സമയബന്ധിതമായി തന്നെ ആ കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ആണ് പ്രത്യേകം ഈ സദസ്സിന് മുൻപാകെ പറയുവാനായിട്ട് ഉള്ളത്. അതായത് ലക്ഷക്കണക്കിന് രൂപ സ്വകാര്യ മേഖലയിൽ ആവശ്യമായി വരുന്ന ചികിത്സ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആൻജിയോപ്ലാസ്റ്റീസ് സ്വകാര്യ മേഖലയിൽ ചെയ്യണമെങ്കിൽ 5-6 ലക്ഷം രൂപയായിരുന്നു. പക്ഷെ ഇന്ന് സ്ഥിതി മാറി. എന്തുകൊണ്ട് മാറി? എല്ലാ ജില്ലാ ജനറൽ ആശുപത്രികളിലും, ഒന്നി ജില്ലാ ആശുപത്രി അല്ലെ ജില്ലാ തലത്തിലുള്ള ജനറൽ ആശുപത്രിയിൽ കാത്ത് ലാബുകൾ വന്നു. എന്താണ് ഫലം? കാസ്പിലൂടെ സൗജന്യമായി ആൻജിയോപ്ലാസ്റ്റി. നമ്മൾ നെഞ്ചുവേദന ഉണ്ടായി പോകുമ്പോൾ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപയുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കൊരു 1000 രൂപ ഒന്നിച്ചെടുക്കാൻ നമ്മുടെ കയ്യിൽ കാണില്ല. അതാണ് സർക്കാരിന്റെ നയം. നിസ്സഹായരാകണ്ട, രോഗത്തിന്റെ മുന്നിൽ നിസ്സഹായരായി പോകരുത്, നമുക്ക് ചേർത്ത് പിടിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ 13 ജില്ലാ ആശുപത്രികളിൽ ഇപ്പോൾ ഉണ്ട്. ഇടുക്കിയിലൂടെ നമ്മൾ കാത്ത് ലാബ് ആരംഭിക്കാൻ പോവുകയാണ്. AC മൊയ്തീൻ MLA അധ്യക്ഷനായി. MP കെ രാധാകൃഷ്ണൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ S ബസന്ത്ലാൽ, TR ഷോബി, മീന സാജൻ, PP സുനിത, DMO TP ശ്രീദേവി, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ TP രാജഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. TCV എരുമപ്പെട്ടി. എരുമപ്പെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ കെട്ടിടങ്ങളുടെ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. ഉദ്ഘാടന വേദിയിലേക്ക് നടത്തിയ മാർച്ച് ആശുപത്രിക്ക് 200 മീറ്റർ അകലെ പോലീസ് തടഞ്ഞു. എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിൽ കിടത്തി ചികിത്സ ഉടൻ ആരംഭിക്കുക, ആവശ്യമായ ജീവനക്കാരെ ഉടൻ നിയമിക്കുക, മന്ത്രി വീണ ജോർജും AC മൊയ്തീൻ MLAയും വാക്ക് പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. പ്രതിഷേധ യോഗം കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് മുൻ പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന CPM എങ്ങനെയാണ് അത് പരാജയപ്പെടുത്തുന്നത്? കേരളത്തിനകത്ത് ഈ കുന്നംകുളം നിയോജക മണ്ഡലത്തിന്റെ MLA ആയ ഇതിനു മുമ്പ് മന്ത്രിയായ ശ്രീ AC മൊയ്തീൻ ഇവിടെ 5 വർഷക്കാലം മന്ത്രിയായിരുന്നല്ലോ. ആ കാലഘട്ടങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാമായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ സ്വാധീനം ചെലുത്തിക്കൊണ്ട്, ഗവൺമെന്റിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ആവശ്യക്കാരായ ഡോക്ടർമാരെ ഇവിടേക്ക് കൊണ്ടുവരാമായിരുന്നല്ലോ. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷത വഹിച്ചു. UDF കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, NK കബീർ, ചന്ദ്രപ്രകാശ് ഇടമന തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. തുടർന്ന് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പാവപ്പെട്ട ജനങ്ങളെ സമരം ചെയ്യും കോൺഗ്രസിന്റെ. കേരളത്തിലെ ഭവനരഹിതരെയും ഭൂരഹിതരെയും കണ്ടില്ലെന്ന് നടിക്കുന്ന സംസ്ഥാന ഭരണകൂടം BJPക്ക് സമാനമായ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയക്കാരാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഭാരതീയ ദളിത് കോൺഗ്രസ് തൃശൂർ പീച്ചിയിൽ സംഘടിപ്പിച്ച ശക്തിചിന്തൻ മധ്യമേഖലാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് AK ശശി അധ്യക്ഷത വഹിച്ചു.
KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, UDF ചെയർമാൻ TV ചന്ദ്രമോഹൻ, ജോസ് വള്ളൂർ, MP വിൻസെന്റ് തുടങ്ങിയവർ സംസാരിച്ചു. അധികാരത്തിൽ വരരുത്, ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് കൃത്യമായി പറഞ്ഞു. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് അതിശക്തമായി നമ്മൾ നിയമസഭയ്ക്കകത്തും പുറത്തും ഗവൺമെന്റിനെ വിമർശിക്കാറുണ്ട്. ഞാൻ കരുതുന്നത് ജനുവരി ആകുമ്പോൾ നമുക്ക് ഈ മേഖലയിൽ നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ എന്ത് ചെയ്യും, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ആരെയും കബളിപ്പിക്കരുത്. ആ രീതി തന്നെ നമ്മൾ മാറ്റണം. വിശ്വാസ്യതയാണ് രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നമ്മളൊരു കാര്യം ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞാൽ നമുക്കത് ചെയ്യണം, ചെയ്തേ മതിയാവും, സമയബന്ധിതമായി ചെയ്യണം. നമ്മൾ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഇവര് ചെയ്യുന്ന ഏതെല്ലാം തെറ്റുകൾ നമ്മൾ തിരുത്തും. 12 വയസ്സുള്ള പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ച സംഭവത്തിൽ 68കാരൻ അറസ്റ്റിൽ. മുനക്കക്കടവ് അഴിമുഖം പുഴങ്ങര വീട്ടിൽ അബ്ദുള്ളയാണ് ചാവക്കാട് പോലീസിന്റെ പിടിയിലായത്. പ്രതി നടത്തിയിരുന്ന കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വന്ന കുട്ടിക്കെതിരെയാണ് ഇയാൾ പലതവണ ലൈംഗികാതിക്രമം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കടയിൽ വെച്ച് പീഡിപ്പിച്ച കേസിൽ പ്രതിയെ 6 വർഷം തടവിനും 50,000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷ വിധിച്ചു. കൊടുങ്ങല്ലൂർ സ്വദേശി ചേപ്പുള്ളി വീട്ടിൽ അബ്ദുൽ കരീമിനെയാണ് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജ് ജയപ്രഭു ശിക്ഷ വിധിച്ചത്. അഭിഭാഷകരായ K. സുരാജ്, ലിജി മധു എന്നിവർ പ്രോസിക്യൂഷനു വേണ്ടി കോടതിയിൽ ഹാജരായി. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,490 രൂപ, പവന് 83,920 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. കേരളത്തിന് എയിംസ് വേണമെന്ന പതിറ്റാണ്ടുകളായുള്ള ആവശ്യത്തിന് തടസ്സം രാഷ്ട്രീയ തീരുമാനമെടുക്കാൻ വൈകുന്നതാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. കോഴിക്കോട് കിനാലൂരിൽ സ്ഥലമുള്ള കാര്യം കേന്ദ്രത്തെ അറിയിച്ചതായും മന്ത്രി. ഷാഫി പറമ്പിൽ MP-യെ അധിക്ഷേപിച്ച CPM പാലക്കാട് ജില്ലാ സെക്രട്ടറിക്കെതിരെ കേസെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പോലീസ് സ്റ്റേഷനുകളിൽ ക്രൂരമായ കസ്റ്റഡി മർദ്ദനം നടത്തിയ പോലീസുകാരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നും VD സതീശൻ. തൃശൂർ KSRTC സ്റ്റാൻഡിന്റെ നവീകരണത്തിന്റെ ഭാഗമായി ഗ്യാരേജ് പൊളിക്കുന്ന പണികൾ പുരോഗമിക്കുന്നു. 9.5 കോടി രൂപ ചെലവഴിച്ചാണ് സ്റ്റാൻഡ് അത്യാധുനിക രീതിയിൽ നവീകരിക്കുന്നത്. കോർപ്പറേഷൻ സ്റ്റേഡിയം മാജിക് FC ടീമിനെ 5 വർഷത്തേക്ക് ഹോം ഗ്രൗണ്ടായി നൽകിയതിനെതിരെ തൃശൂർ അത്ലറ്റിക്സ് വെൽഫെയർ അസോസിയേഷൻ രംഗത്ത്. കോർപ്പറേഷൻ നടപടി നിയമവിരുദ്ധമാണെന്ന് അസോസിയേഷൻ. തൃശൂർ കോർപ്പറേഷന്റെ പേട്ട ഫീസ് വർധനയ്ക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ച് വ്യാപാരികളും തൊഴിലാളി സംഘടനകളും. കടകളടച്ച് പ്രതിഷേധിച്ച് വ്യാപാരികൾ. പിന്നോട്ടില്ല എന്ന നിലപാടിലുറച്ച് മേയർ. പാലിയേക്കരിയിൽ ടോൾ പിരിവ് പുനരാരംഭിക്കാൻ അനുമതി നൽകാതെ ഹൈക്കോടതി. ദേശീയപാത മുരിങ്ങൂരിൽ വാഹനങ്ങൾ മണിക്കൂറുകളോളം കുടുങ്ങി. ഗുരുവായൂർ നഗരത്തിലെ ഗതാഗത പരിഷ്കരണത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഗതാഗത പരിഷ്കാരം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ വെള്ളിയാഴ്ച അർദ്ധരാത്രി മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.